സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആള് കുറച്ച് ബാക്ക് ഓഫാണ്. പക്ഷേ ആളിപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്ട്രീം ഓർത്തഡോക്സ് ഫാമിലി. ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നല്ല, ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. നമ്മുടെ ജസീലിൻ്റെ കോസ്റ്റ്യൂം ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അവിടെ എടുത്തിട്ടുണ്ട്. ടക്കോറിൻ്റെ കോസ്റ്റ്യൂം റെഡിയല്ല എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്ക് ഡ്രസ്സ് ഇടാൻ ഓരോരുത്തരുടെ ഫ്രീഡമാണ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ജസീൽ പറയുന്ന ഒരു കോസ്റ്റ്യൂം ഷാനവാസ് ഇടാൻ പോകുന്നില്ല, ഷാനവാസ് ഇടാൻ പോകുന്ന ഒരു കോസ്റ്റ്യൂം ജസീൽ ഇടാൻ പോകുന്നില്ല. ഇത് എല്ലാവർക്കും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ, അവർക്ക് എന്താണ് കംഫർട്ട്. ടൂ പീസ് ഇട്ട് നടക്കാനാണ് ജസീലിന് കംഫർട്ട് എന്നുണ്ടെങ്കിൽ ജസീൽ അങ്ങനെ നടക്കും. ഈവൻ ബിഗ് ബോസും ഇന്ന ഡ്രസ്സ് ഇടാൻ പാടും, ഇന്ന കോസ്റ്റ്യൂം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സോ ഈ വ്യക്തിയുടെ കോസ്റ്റ്യൂം ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അവിടെ കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ചിന്താഗതിയാണത്. ആളുടെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് വരാതെ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട് ലോകമെങ്ങും കാണുന്ന ഈ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഒരു വ്യക്തിയുടെ കോസ്റ്റ്യൂം ശരിയല്ല എന്ന് പറയുന്നതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം, ആ ഒരു ക്യാരക്ടർ മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും ആ വ്യക്തിത്വത്തിന്. കാരണം ആ വ്യക്തി വളർന്നു വന്നൊരു സാഹചര്യം, ആ വ്യക്തി കേട്ടു വന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ വ്യക്തി നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ മേ ബി ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒന്നും ഇട്ട് ധരിക്കാത്തവരായിരിക്കും. പക്ഷെ അധികം വേൾഡ് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡ്, ഓരോരുത്തർ ഇഷ്ടമുള്ളത് ഇട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ മൈൻഡ് ക്യാരക്ടർ അല്ലാത്തതുകൊണ്ടായിരിക്കും അവരതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഡ്രസ്സിങ് ശരിയല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിന് മുമ്പത്തെ സീസണിലേക്ക് ചില ആളുകളുടെ ഡ്രസ്സിങ് ഒക്കെ എന്താ പറയുക, അത് അവരുടെ ഇഷ്ടമാണ്. അവിടെ ഒന്നും നമ്മൾ ഒരു ഇതിൽ പോലും ഈ ഡ്രസ്സ് കൂടുതൽ എന്തിട്ടേക്കലൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അനുമോള് നമ്മുടെ ഇൻട്രോയിൽ വന്നപ്പോൾ പറയേണ്ടായിരുന്നു പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്, പക്ഷെ കരയില്ല എന്നുള്ളത്. ഷാനവാസ് ഭയങ്കര ടപ്പയെന്നുള്ള രീതിയിൽ അനുവിനെ കരയിപ്പിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിനൊരു നെക്ക് പെയിൻ വന്നപ്പോൾ അനു പറഞ്ഞു അത് മാറിക്കോളും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ലൈറ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അതിനെ തൂക്കിയെടുത്തിട്ട് അതൊരു ഫേക്ക് പെയിൻ ആണെന്നുള്ള രീതിയിൽ അനു സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി ഷാനവാസ് ഇതിനെ ഏറ്റെടുത്തു. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനായി, അടിയായി. അപ്പോൾ ഡോക്ടറെ കാണിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഡോക്ടറെ കാണിക്കണോ? അപ്പോൾ അനു ഡോക്ടർ പൈസ വാങ്ങിക്കുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ മരുന്ന് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു മാനിപ്പുലേറ്റഡ് സംഭവം ഉണ്ടാക്കി. അവിടെ എല്ലാ കണ്ടസ്റ്റൻസും ഇടപെട്ടു. കാരണം ഈ ചക്കപ്പഴത്തും ഈച്ചൊന്നിരിക്കണ മാതിരി എവിടെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഓടിപ്പോയിട്ട് ആ കണ്ടന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വിശാല ഹൃദയം ഇത്തവണത്തെ സീസണിലുണ്ട്. ആ കണ്ടന്റിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടോയെന്ന് പോലും ചിന്തിക്കാതെ ഓടിപ്പോയിട്ട് എന്തടാ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാത്ത കാര്യത്തിന് വരെ മറുപടി പറയുന്ന ഒരു സംഭവം ഇപ്പോൾ സീസണിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും ബ്ലഡിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് കണ്ടന്റ് ബിഗ് ബോസ് എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ അവന് പെട്ടെന്ന് കരയുകയും ദെൻ ഷാനവാസ് അവിടെ റിലീസ് ചെയ്ത് കണ്ടോ, നീ പറഞ്ഞില്ലേ കരയില്ലെന്ന്, ഞാൻ കരയിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അനീഷും എല്ലാവരും ഇടപെട്ടു. അപ്പോൾ ആള് പെട്ടെന്ന് അനു അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഷാനവാസ് ഈസിലി അവിടെ കരയിച്ചു. ഇത് ഷാനവാസിൻ്റെ മഹാ കഴിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിരലുടക്കിയാൽ കരയുന്ന ക്യാരക്ടേഴ്സിനെ കരയിക്കാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം അനീഷിനെയോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് രേണുവിനെയോ അല്ലെങ്കിൽ തക്കോറിനെയോ ശാരികയോ ഒന്ന് കരയിപ്പിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം ഷാനവാസിൻ്റെ കഴിവെന്താണെന്ന്.